നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീകൾ ഇതാരാണ് പഠിപ്പിക്കാൻ പോകുന്നത്? നിങ്ങളുടെ അമ്മമാരോ സമൂഹമോ സോഷ്യൽ മീഡിയയോ നിങ്ങളെ ഇത് പഠിപ്പിക്കാൻ മറന്നു പോകുന്ന ഒരു കാലഘട്ടം. ഞാനൊരു സ്ത്രീ വിരുദ്ധനൊന്നുമല്ല. അതായത് ഒരുപാട് പുരുഷന്മാർ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യുകയാണ്. എനിക്കൊരു 4-5 ചോദ്യങ്ങളുണ്ട്. അതായത് സ്ത്രീകളോട്, അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ ബഹുമാനം ആർജിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? കാരണം ഒരു നറേറ്റീവ് ഉണ്ട്. അതായത് ഒരു സ്ത്രീ പരിപൂർണയാണ്, എനിക്കെല്ലാം അവകാശപ്പെട്ടതാണ് എന്നുള്ളത് പരിപൂർണമായൊരു ഒരു ഇത് വെസ്റ്റേൺ നറേറ്റീവാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അമേരിക്കയിൽ നിന്ന് കടന്നു വന്നു. പിന്നെ ഇപ്പം ഇന്ത്യയിൽ വളരെ വൈകി ഈ ഒരു ചിന്ത. ഞാൻ എല്ലാം തികഞ്ഞവളാണ്, ഞാൻ പരിപൂർണയാണ്, എനിക്ക് ഷുഡ് റിസർവ് ബെസ്റ്റ്. നിങ്ങൾക്ക് ബെസ്റ്റ് ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ബെസ്റ്റ് ആയിരിക്കണം സമൂഹത്തിൽ. നിങ്ങൾ ഒരു പക്ഷേ ഇന്ത്യയിലെ ടോപ്പ് IAS അല്ലെങ്കിൽ IPS ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകണം. ഞാൻ കളിയാക്കുകയല്ല. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അവകാശങ്ങളെ പറ്റി എല്ലാ സ്ത്രീകളും വളരെ മുൻപന്തിയിലാണ്. നിങ്ങളുടെ അവകാശങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാം. പക്ഷേ നിങ്ങളുടെ കടമകളെ പറ്റി എത്ര പേർക്ക് അറിയാൻ സാധിക്കും? നിങ്ങളുടെ അമ്മമാരോ സമൂഹമോ അത് പഠിപ്പിക്കേണ്ടതുണ്ടോ? ഒരു സ്ത്രീ ഐസൊലേഷനിലല്ല ജനിച്ചിരുന്നത്. അത് പുരുഷൻ ആദ്യമായിട്ടല്ല സ്ത്രീ കാണുന്നത്. പക്ഷെ അവളുടെ ലൈഫിൽ അച്ഛനുണ്ട്. ആദ്യമായി അച്ഛനുണ്ട്, കുടുംബത്തിൽ ആങ്ങളയുണ്ട്, അതിനുശേഷം ഭർത്താവ് കടന്നു വരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും, ബഹുമാനം. ഒരു സ്ത്രീയുടെ ബഹുമാനം ആർജിക്കാൻ പുരുഷൻ എന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് പേരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ചെയ്യേണ്ടത്? കാരണം ഞാനത് എൻ്റെ അനുഭവം പറയാം. അതായത് ഒരു സുഹൃത്തും, അതായത് ഒരു ഭാര്യയുമായി ഞാനൊരു ഒരു കാറിൽ സഞ്ചരിക്കുമ്പോൾ, ഞാൻ മുമ്പിലിരിക്കുന്നു, സുഹൃത്ത് വണ്ടി ഓടിക്കുന്നു. പുറകിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് മാനേജറെ ഫോൺ വിളിക്കുകയാണ്. എനിക്ക് ജോലിക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞൊരു ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നു. വളരെ ഭയഭക്തി ബഹുമാനത്തോടെ മാനേജറുമായി സംസാരിക്കുകയാണ്. സാർ, എനിക്കിന്ന് വരാൻ സാധിക്കില്ല, കാലുവേദനയാണ്, വളരെ ദുഃഖമുണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ തിരിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് ഭാര്യയോട് ചോദിക്കുകയാണ്, നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുമല്ലേ എന്ന്. അതായത് ഞാൻ ബോഡി ഷേമിങ് ചെയ്യുക അല്ലെങ്കിൽ സാലറി ഷേമിങ് ചെയ്യല്ല. അതായത് 50,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഭാര്യ, ഭർത്താവിന് ശമ്പളം 2 ലക്ഷം രൂപയാണ്. ചിന്തിക്കുക. അപ്പോൾ ഇത്രയും 50,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഭർത്താവിന് ആ ഒരു റെസ്പെക്ട് കൊടുക്കാതെ ഫോം വിളിച്ച് ഇത്ര ഭയഭക്തി. അപ്പൊ ജെൻഡർ ഇഷ്യൂ അല്ലാതെ പുറത്തിറങ്ങിയാൽ സ്ത്രീകൾക്ക് കടയിൽ പോയാൽ ചേട്ടാ ചേട്ടാ എന്ന് പറയുന്നു, ആങ്ങളയോട് മധുരമായി സംസാരിക്കുന്നു. പക്ഷെ ഭർത്താവോട് സംസാരിക്കുമ്പോൾ പല സ്ത്രീകളും പരുഷമായ തിരികെയുള്ള മറുപടി എന്ന് പറയുന്നത്, അവൻ ഡിസർവ് ചെയ്യുന്നില്ല. അത് ആണ് ബഹുമാനം എന്നുള്ള ആർജിക്കണം എന്നാണല്ലോ, ഈ ഡിസേർവ് ഇറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ആണുങ്ങൾ ചോദിക്കുന്നു, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഈ ബഹുമാനം ആർജിക്കാൻ വേണ്ടി? അംബാനിയോ അല്ലെങ്കിൽ അദാനിയോ പോലെ കോടീശ്വരനാകണോ ഞങ്ങൾ? അതല്ലെങ്കിൽ എന്താ പറയുന്ന മോഡേൺ പോലെ എക്സിനോട് സംസാരിക്കുമ്പോൾ അതൊക്കെ ഞാൻ വളരെ ഓപ്പൺ മൈൻഡഡ് ആണ്, എനിക്കതൊന്നും വലിയൊരു വിഷയമുള്ള കാര്യമല്ല. ആ ഒരു കൾച്ചറിലേക്ക് എത്തണോ? അല്ലെങ്കിൽ ഏത് ലെവലിൽ എത്തിയാലാണ് ഈ പുരുഷൻ നിങ്ങളുടെ ബഹുമാനം ആർജിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യമാണ് പല പുരുഷന്മാരും ചോദിക്കുന്നത്. അപ്പം അത് ആരോടും ആകാം. അത് ഒരു പക്ഷേ ഈ പുരുഷനോടെന്ന് പറയുമ്പോൾ ഈ ബോയ് ഫ്രണ്ട്, ഇപ്പോൾ ഓപ്പൺ കൾച്ചറിൽ ബോയ് ഫ്രണ്ട് ആവാം, ഒരു പക്ഷെ ഭർത്താവായിരിക്കാം. ഈ ഒരു 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 ബഹുമാനക്കുറവ് സമൂഹത്തിൽ പുരുഷനോട് എന്താണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്? ഇത് എവിടെ നിന്നാണ് ഈ ചിന്താഗതി വരുന്നത്? ഭർത്താവിനോട് റെസ്പെക്റ്റ് ഇല്ലായ്മ. രണ്ടാമത്തെ ചോദ്യം, പല സ്ത്രീകളും പറയുന്നു, ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. ആവറേജ് ഒരു ഇന്ത്യൻ ഒരു ഭർത്താവ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ജോലി എടുക്കുന്നു, ബിസിനസ് ചെയ്യുന്നുണ്ട്, അവൻ ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാകും. ഒരു കമാൻഡ് അവൻ്റെ ബോസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അവൻ്റെ സമൂഹത്തിൽ അവനോട് പറയുന്ന ജോലി ചെയ്യുന്നവനായിരിക്കാം. മിനിമം അത് പൊട്ടനല്ലല്ലോ. പൊട്ടനല്ലെങ്കിൽ അവൻ ജോലി എടുക്കാൻ പറ്റില്ലല്ലോ. പൊട്ടനല്ലാത്തതുകൊണ്ട് അവൻ ജോലി എടുക്കുന്നു, ശമ്പളം വാങ്ങുന്നു. ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്, അതായത് ഈ ഭർത്താവിനൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന്? കാരണം ജോലി മനസ്സിലായില്ലെങ്കിൽ അവനെ പിടിച്ച് പുറത്താക്കും, അല്ലെങ്കിൽ ബോസ് പിടിച്ച് പുറത്താക്കും. അപ്പൊ എന്താണ് ഈ മനസ്സിലാകുന്നില്ല എന്ന് പറയും? നിങ്ങളുടെ ഈ മനസ്സിലിരിക്കുന്നത് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഭാര്യ ഭർത്താവും കൂടി വണ്ടിയിൽ പോകുമ്പോൾ ഭാര്യയ്ക്ക് ചായ കുടിക്കണം അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കണം എന്ന് ഭാര്യയുടെ മനസ്സിലുള്ള ആ വിചാരം ജ്ഞാനി ആരും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അന്തർഗമി, അതായത് നമ്മുടെ ഒരാളുടെ മനസ്സിലിരിക്കുന്നു മനസ്സിലാക്കുക എന്നുള്ള വലിയൊരു കഴിവാണ്. നമുക്ക് എല്ലാ പുരുഷന്മാരെയും ആ ഒരു കഴിവ് ആർജിക്കണമെങ്കിൽ ഒരുപാട് ട്രെയിനിങ് വേണം, ജ്ഞാനി ആയിരിക്കണം.
അല്ലെങ്കിൽ ഒരു AI ടൂളൊക്കെ വേണം അങ്ങനെ ബിൽഡ് ചെയ്യാനായിട്ട്. ഒരു ടൂൾ കമാൻഡ് കൊടുക്കുക, അപ്പുറത്തിരിക്കുന്ന ആളുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൂടാ? അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞുകൂടാ ഭർത്താവിന്? എന്തിനാണ് അദ്ദേഹം നിങ്ങളെ മനസ്സിലാവില്ല, പൊട്ടന്മാരല്ലല്ലോ. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അതായത് എന്തിലാണ് ഭർത്താവ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത്? അതായത് നിങ്ങളുടെ ഈ പറയുന്ന ജോലിയിലോ, അതായത് ഒരു 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 പലരും ആധുനിക കപ്പിൾസ് പറയുന്നത് 50% ജോലി ഞാൻ ചെയ്യും, 50% ജോലി അവൻ ചെയ്യണം. അതല്ല ബേസിക് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ 100% ഒരുപക്ഷെ ചില കാര്യങ്ങൾ ഭർത്താവ് ചെയ്യും, 100% ഭാര്യ ചെയ്യും. ബാക്കി നിങ്ങൾക്ക് പറ്റാത്ത ഔട്ട്സോഴ്സ് ചെയ്യുക. വളരെ സിമ്പിളായ കാര്യങ്ങളാണ്, അത്രയേ ഉള്ളൂ. അതിൽ 50% അവൻ, 50% അവൾ. നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക, അത്രയുള്ള പരിപാടിയുള്ളൂ. ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ ഇപ്പോൾ സ്റ്റഡീസ് പറയുന്നു പറഞ്ഞാൽ ഇന്ത്യയിൽ 50% ഭാര്യയും ഭർത്താവും ഇനിയൊരു അവസരം വന്നാൽ, അവരുടെ പാർട്ട്ണറെ വീണ്ടും വിവാഹം ചെയ്യാനുള്ള അവസരം വന്നാൽ ചെയ്യില്ല എന്നാണ് പഠനം തെളിയിക്കുന്നത്. കാരണം അവർ പറയുന്നത് എന്നെ മനസ്സിലാക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല, ഭർത്താവ് റെസ്പെക്ട് ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കാര്യങ്ങൾ പഠിച്ചിരിക്കണം. കാരണം പലരും പല കാര്യങ്ങൾ കൊണ്ടാണ് പലരും മുന്നോട്ട് പോകുന്നത്. കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, പലരും ഈ ഈ തള്ളി നീക്കുകയാണ് ലൈഫ്. അല്ലെ, ഞാൻ സാധാരണ ഈ വിഷയങ്ങൾ ചെയ്യാത്തൊരു വ്യക്തിയാണ്. പൊളിറ്റിക്കൽ അനലിസ്റ്റ് ആയാൽ ഇത്ര വിഷയങ്ങൾ ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ ഒരു പഠനം കണ്ടപ്പോൾ, ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തം ഭാര്യയുമായി വീണ്ടും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ള പഠനം കേട്ടപ്പോൾ എനിക്ക് ഇവിടെ ദുഃഖം തോന്നിപ്പോയി. ഇതിലേക്ക് നമുക്ക് ഇറങ്ങി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം സമൂഹം നിങ്ങളെ പഠിപ്പിക്കുന്നില്ല നിങ്ങളുടെ ജോലി എന്താണെന്നുള്ളത്. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അത് തീരാവുന്ന. എന്താണ് ഭർത്താവ്, എന്താണ് റെസ്പെക്റ്റ് കിട്ടാനായിട്ട്, എന്താണ് ചെയ്യേണ്ടത്? ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലേ നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവിതം ഒരുപക്ഷെ സുന്ദരമായിരിക്കാം. ഞാൻ ആണുങ്ങളോടുള്ള എൻ്റെ ഉപദേശം എന്ന് പറയുന്നത്, ജോലി എടുക്കുക, പണം സമ്പാദിക്കുക, അതൊക്കെ വളരെ ശരി തന്നെ. പക്ഷേ ഇത്തരത്തിലുള്ള ചില ചതിക്കുടികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. കാരണം ബർബാദ്, ഇത് നശിപ്പിക്കാനായിട്ട് ഇത് മാത്രം പോരാ. പഠിക്കുക, ജോലി എടുക്കുക, അധ്വാനിക്കുക മാത്രമല്ല, ചില ചില കാര്യങ്ങൾ, അതായത് ചില പെൺകുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിത കാലഘട്ടത്തിൽ സാധിക്കാത്ത പല സ്വപ്നങ്ങളും കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് പലരും അവരെ പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയാണ് അവർ പറഞ്ഞു വിടുന്നത്. അപ്പോൾ പല സ്വപ്നങ്ങളുമായിട്ടുമാണ് പല യുവതികളും കടന്നു വരിക. ഒരുമിച്ച് എന്ത് ചെയ്യാം എന്നല്ല, എത്രയോ കപ്പുകൾ ഒരുമിച്ച് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. ഓരോ ഐഡിയാസും വൈബ്രന്റുമായി മുന്നോട്ട് പോയി എത്രയോ കമ്പനികൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം എന്നല്ല പറയുന്നത്. ഭർത്താവിൽ നിന്ന് എന്ത് എന്ത് ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ചിന്താഗതിയാണ് പല യുവതികൾക്ക്. ഞാൻ എല്ലാം പറയുന്നത്, ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, പുരുഷന്മാരാൽ അവഗണിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന യുവതികൾ ഒരുപാടുണ്ട്. പക്ഷെ ഒരു ട്രെൻഡ് മാറി വരികയാണ്. യുവാക്കൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്, അവർക്ക് സാധിക്കാത്ത, അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് സാധിക്കാത്ത പലതും കല്യാണത്തിന് ശേഷം ഭർത്താവിൽ നിന്ന് തന്ത്രപൂർവ്വം അടിച്ചു മാറ്റാം എന്നുള്ള ചിന്താഗതി എവിടുന്നോ വരുന്നു എന്ന് തോന്നുന്നു. അത് പ്രശ്നത്തിലേക്ക് നയിക്കും. അപ്പോൾ യുവാക്കൾ കരുതിയിരിക്കണം. അതായത് വിവാഹം എന്നുള്ളത്, എന്താ പറയുക, ഇന്ത്യയിൽ വിവാഹം നടക്കുന്നു പറയുന്നത് വളരെ പെട്ടെന്നാണ്. കാരണം പലരും ആകർഷിതരാവുന്നത് പണത്തിലും സൗന്ദര്യത്തിലാണ്. വിദേശ രാജ്യം എന്ന് പറയുന്നത് 5 വർഷം 6 വർഷമൊക്കെ ഒരുമിച്ച്, ഇങ്ങനെയല്ല. 5 വർഷം 6 വർഷമൊക്കെ ഒരുമിച്ച് താമസിച്ചു, അതിന് ശേഷമാണ് തീരുമാനിക്കുന്നത് കെട്ടണമെന്ന്. ഇന്ത്യയിൽ അങ്ങനെയല്ല. കണ്ടു, പണം കൊടുത്തു, പണത്തിൽ സാമ്പത്തികമായി മുന്നേറ്റമാണ്, പിന്നെ സൗന്ദര്യം കാണാൻ കൊള്ളാം, അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നു. പിന്നെ ശേഷം പല പ്രശ്നങ്ങൾ വരുന്നു. കരുതിയിരിക്കുക യുവാക്കൾ എന്ന് പറയുന്നത്. കാരണം പല പെൺകുട്ടികൾക്കും അവർക്ക് എന്താണ് അവരുടെ യഥാർത്ഥ കടമ എന്നതിനെ പറ്റി അവർക്ക് യാതൊരു അറിവുമില്ല. വിവാഹത്തിന് ശേഷം അവരെന്തൊക്കെയോ ഒരു 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 ആവേശത്തിൽ കടന്നു വരുന്നു. പക്ഷെ നിങ്ങളുടെ ജീവിതം ബർബാദ്, അല്ലെങ്കിൽ ജീവിതം നശിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഡിസ്റ്റർബ് ആവാതിരിക്കാൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കുക. കാരണം ഉപകരിക്കപ്പെടുന്നു ചിന്തിക്കുന്ന വീഡിയോ